This is not a logical decision. This is an emotional decision. ഇത് കേവലം ഒരു ലോജിക്കൽ ഒരു തീരുമാനം മാത്രമല്ല, നേരെ മറിച്ച് പ്രിയങ്ക ഗാന്ധി, പ്രിയപ്പെട്ട എൻ്റെ സഹോദരി, ഈ വയനാട്ടിൽ മത്സരിക്കുക, കേരളത്തിൽ മത്സരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വികാരപരമായ ഒരു തീരുമാനം കൂടിയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. I said to her, listen, I guarantee you that after you become member of parliament, I will ask you maybe 3 or 4 months later, how do you feel? And you will tell me, I love the people of Kerala, I love the people of Wayanad. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഉറപ്പ് നൽകുന്നു, 3-4 മാസങ്ങൾക്കപ്പുറം ഈ നാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പൊ എന്ത് അനുഭവപ്പെടുന്നു എന്ന ചോദ്യത്തിന് പറയാൻ പോകുന്ന ഉത്തരം തീർച്ചയായും ഞാൻ വയനാട്ടിലെയും കേരളത്തിലെയും എന്റെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്നതായിരിക്കും നിങ്ങളുടെ മറുപടി എന്ന് ഞാൻ അവരോട് പറഞ്ഞു. And every 2 or 3 weeks she describes to me something new that she has learned from the people of Kerala. ഓരോ 2-3 ആഴ്ചകൾക്കപ്പുറം ഈ ജനതയിൽ നിന്ന് പകർന്നു കിട്ടിയ പുതിയ അറിവുകളെ സംബന്ധിച്ച് ആവേശത്തോടെ അവരെന്നോട് വിശദീകരിക്കാറുണ്ട്. You have all these things here, so sometimes you take them for granted. ഈ നാട്ടിൽ നിങ്ങൾ ഇതിനെല്ലാം കൊണ്ട് നടക്കുമ്പോൾ മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ അതങ്ങനെ സാധാരണഗതിയിലുള്ള ഒരു കാര്യം മാത്രമായി ഏറ്റെടുത്ത് കാണാറുണ്ട്. You have natural beauty. You have a amazing political culture. You have multiple religions who live happily together. You are used to these things and you take them for granted. അനന്തമായ പ്രകൃതി സൗന്ദര്യം, പല മതങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നത്, അതുപോലെ തന്നെ മികച്ച രാഷ്ട്രീയ ബോധം, ഇതെല്ലാം നിങ്ങൾക്കുണ്ടാവുമ്പോൾ ഇത് നിങ്ങൾ സാധാരണഗതിയിലുള്ള ഒന്ന് മാത്രമായി അതിനെ കണ്ടവഗണിക്കാറുണ്ട്. So sometimes it's important that someone from Delhi comes and tells you this, that you have the most sophisticated political culture. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടാണെങ്കിലും ഈ നാടിന്റെ സമന്വയത്തിന്റെ ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയ ബോധത്തെ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ. At all levels, at the local third tier of government, local government level, superb political culture. അത് ഏത് തലത്തിലെടുത്ത് നോക്കിയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും അതിഗംഭീരമായ രാഷ്ട്രീയ സംസ്കാരമാണ് ഈ കേരളം വെച്ചു പുലർത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. I don't think there are panchayat presidents of this quality anywhere in the rest of the country. ഈ ത്രിതല സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പഞ്ചായത്ത് അധ്യക്ഷന്മാരെക്കാൾ മികച്ച നിലവാരം പുലർത്തുന്നവർ രാജ്യത്തെമ്പാടുമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. Because you are emerging from a political process. കാരണം നിങ്ങൾ ഉയർന്നു വരുന്നത് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെയാണ്. And you are held accountable by the people of Kerala. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജനത നൽകുന്ന അധികാരത്തിന് നിങ്ങൾ കൃത്യമായി ഉത്തരവാദിത്തമുള്ളവരായി ഇവിടുത്തെ ജനത നിങ്ങളെ നിലനിർത്തുന്നു. And many of the young people here who have been elected for the first time, you must realize that you have been given trust by the people of Kerala. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് യുവ സഹോദരങ്ങൾ, ആ യുവ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാക്കാൻ നിങ്ങൾ തയ്യാറാവണം. This is the most important thing that the people of Kerala can give you. ഈ നാട്ടിലെ ജനതക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അവർ നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം.